KPCC ആസ്ഥാനത്ത് കാണുന്ന കാഴ്ചകൾ വളരെ കൗതുകമുണർത്തുന്നതാണ്. 100 സീറ്റിലേക്ക് അടുത്തു നിൽക്കുമ്പോൾ KPCCയുടെ നേരെ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത് KC വേണുഗോപാലിന്റെ ചിത്രം പിടിച്ച പ്ലക്കാർഡുകൾ പിടിച്ച പ്രവർത്തകരെയാണ്. അതിനുശേഷം അതിനിടയിലൂടെ ഒരല്പം പോലും താമസമില്ലാതെ രമേശ് ചെന്നിത്തല എന്ന നേതാവ് 10,000-ന് മുകളിൽ വോട്ട് ഉറപ്പിച്ച ആ നിമിഷം വന്നു. നേതാക്കൾ മുഴുവനും രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിച്ച് തോളത്തെടുത്ത് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. VD സതീശനും ഏത് നിമിഷവും കടന്നു വരാം. ഭൂരിപക്ഷം കൃത്യമായി എടുക്കുമ്പോഴും ആ ഒരു ത്രികോണപ്പോര്, എന്തിനുള്ള ത്രികോണപ്പോര്? ചില മണ്ഡലങ്ങളിൽ നടക്കുന്നത് പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ത്രികോണപ്പോരിലേക്കാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ്. ഇത്രയും വലിയ വിജയം നേടിയിട്ടും കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരമായ KPCC ഓഫീസിന് മുമ്പിൽ കാണുന്ന കൗതുക കാഴ്ച എന്ന് പറയാതെ വയ്യ. ഒരല്പം നിമിഷം പോലും സന്തോഷിക്കാനാവാതെ അണുനിമിഷം അവർ പുറപ്പെടുന്നത് ത്രികോണപ്പോരിലേക്കാണ്. KCO, VDO, രമേശ് ജിയോ എന്നുള്ള രീതിയിലേക്ക്. രമേശ് ജിയെ തോളത്തെടുത്ത് കൊണ്ടുവന്ന പ്രവർത്തകർ വലിയ ബിഗ് സ്ക്രീനിന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ഉയർത്തി നിർത്തുന്നത് ഞങ്ങളെ നയിച്ച നേതാവേ, രമേശ് ചെന്നിത്തല നേതാവേ എന്നാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അപ്പോൾ തന്നെ KC പക്ഷം അതിനു മുമ്പിൽ നിന്നിട്ട് വിളിക്കുക, KC ഞങ്ങളുടെ നേതാവേ, നാടുവാഴും നേതാവേ. കൃത്യമായ മുദ്രാവാക്യങ്ങളിലൂടെ ആളുകൾ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് അണികൾ പോരിനിറങ്ങുന്നു എന്നുള്ള വ്യക്തമായ കാഴ്ചയിലേക്കാണ് KPCC ആസ്ഥാനത്ത്. ഏത് നിമിഷവും VD സതീഷിന്റെ എൻട്രി കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേപോലെ തന്നെ എങ്ങനെയാണോ KCയെ പ്ലേസ് ചെയ്തത്, എങ്ങനെയാണോ രമേശ് ചെന്നിത്തലയെ പ്ലേസ് ചെയ്തത്, ആ സെയിം ആംഗിളിൽ തന്നെ VD സതീഷിനെയും പ്ലേസ് ചെയ്യുന്ന ആ ഒരു പോര് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ്.